ഹരേ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം. ശാന്തി എവിടെ നിന്ന് ലഭിക്കും? നമ്മുടെ ഉള്ളിൽ സ്വതസിദ്ധമായി കുടികൊള്ളുന്ന ഒന്നാണ് ശാന്തി. ഇതിനെ അന്വേഷിക്കുന്നത് കൃഷ്ണമൃഗം തൻ്റെ നാഭിയിൽ നിന്നും വരുന്ന കസ്തൂരി ഗന്ധത്തെ വേറെ എവിടെയോ അന്വേഷിക്കുന്നത് പോലെയാണ്. പലരും സമാധാനം, ശാന്തി എന്നിവയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നു. ശാന്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, മറിച്ച് അത് നമ്മുടെ സ്വരൂപത്തിൻ്റെ ഗുണമാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുമ്പോഴും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും സജ്ജന സംസർഗം ചെയ്യുമ്പോഴുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്ന ശാന്തിയെ അനുഭവിക്കാൻ അവസരം ലഭിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ശാന്തിയെ ബാഹ്യമായി അന്വേഷിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? നമ്മുടെ ഉള്ളിലെ ശാന്തിയെ എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നില്ല? കർമ്മഫലങ്ങൾക്കനുസരിച്ച് പ്രതികൂല വേദനീയമായ ദുഃഖമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നതാണ് കാരണം. ഇതിൽ നിന്നും മുക്തമാകാൻ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഒരിടത്ത് സ്വസ്ഥമായി ഇരുന്ന് സ്വന്തം ശ്വാസത്തെ നിരീക്ഷിച്ച് സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുക. സത്ത് ചിത്ത് ആനന്ദമാണ് നമ്മുടെ സ്വരൂപം. അതുതന്നെയാണ് ഈശ്വരനും. നിരന്തരം ഈ പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ സ്വരൂപപ്രാപ്തി കൈവരും. സ്വരൂപത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ജീവന് മുക്തി കൈവരും. അതുതന്നെയാണ് മോക്ഷം. ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം.